ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള 3ാമത്തെ ലെസനാണ്, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. കഴിഞ്ഞ 2 ലെസണിലായിട്ട് നമ്മൾ ഹിമാലയ പർവ്വതത്തെക്കുറിച്ചും ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ചുമാണ് പഠിച്ചത്. അതിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്നതാണ് പീഠഭൂമി. ഈ പീഠഭൂമി പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പീഠഭൂമി പ്രദേശമാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന പ്രദേശമാണ് പീഠഭൂമി പ്രദേശം. ത്രികോണ സമാനമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായിട്ടുള്ള പീഠഭൂമി പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലുള്ളതായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഈ മാപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പീഠഭൂമി പ്രദേശത്തിൻ്റെ അതിർത്തി തീർക്കുന്ന മലനിരകൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കുന്നുകൾ, അതേപോലെ തന്നെ ആഴം കുറഞ്ഞ നദീ താഴ്വരകൾ, വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, ഇങ്ങനെ ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഒരു ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രദേശത്തിനെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും അല്ലെങ്കിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ആദ്യം നമുക്ക് എന്താണ് പീഠഭൂമി എന്ന് നോക്കാം. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതായിരിക്കും, നിരപ്പാർന്നതായിരിക്കും. ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയ ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമിയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, ചുറ്റും പർവ്വതങ്ങളായിരിക്കും. നടുവിൽ ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ നിരപ്പാർന്നതായിട്ടുള്ള ഭൂപ്രകൃതി കാണപ്പെടുന്നതിനെയാണ് പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ അല്ലെങ്കിൽ ഇന്റർ മൗണ്ടൻ പ്ലാറ്റു എന്ന് പറയുന്നത്. ഇന്റർ മൗണ്ടൻ പ്ലാറ്റു. രണ്ടാമത്തേതാണ് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ. പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ അല്ലെങ്കിൽ പീഡ്മോണ്ട് പ്ലാറ്റു. പീഡ്മോണ്ട് പ്ലാറ്റു. മൂന്നാമത്തേതാണ് വൻകര പീഠഭൂമികൾ, കോണ്ടിനെൻ്റൽ പ്ലാറ്റു. വൻകരകളായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളെയാണ് വൻകര പീഠഭൂമികൾ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ പ്ലാറ്റു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. പീഠഭൂമി പ്രദേശത്തെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തിരിക്കാം. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ അല്ലെങ്കിൽ ഇന്റർ മൗണ്ടൻ പ്ലാറ്റു, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ അല്ലെങ്കിൽ പീഡ്മോണ്ട് പ്ലാറ്റു, വൻകര പീഠഭൂമികൾ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ പ്ലാറ്റു. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, കേരളം, തമിഴ്നാട്. ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, രാജസ്ഥാൻ. ഭാഗികമായി ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, രാജസ്ഥാൻ. പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടമാണ് അതിരായി വരുന്നത്. കിഴക്ക് ഭാഗത്താണെങ്കിൽ പൂർവ്വഘട്ടമാണ് അതിരായി നിലനിൽക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിനെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും 2ആയിട്ട് തിരിക്കാം. സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീഠഭൂമി പ്രദേശത്തെ നമുക്ക് വീണ്ടും 2ആയി തിരിക്കാം. ഡെക്കാൻ പീഠഭൂമി പ്രദേശമെന്നും മധ്യ ഉന്നത തടമെന്നും 2ആയിട്ട് തിരിക്കാം. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ പീഠഭൂമി പ്രദേശത്തെയാണ് നമ്മൾ വീണ്ടും 2ആയി തിരിച്ചത്. ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും. ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തിൻ്റെ അതിരുകൾ നമുക്ക് ആദ്യം നോക്കാം. അത് മാപ്പ് വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇവിടെ
പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അതുപോലെ സത്പുര പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. സത്പുര പർവ്വതം. ഈ സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലുള്ളതും സത്പുര മലനിരയ്ക്ക് തെക്കുള്ള വിശാലമായ ഈ ഒരു പ്രദേശമാണ് പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ വടക്കേ അതിരായി കണക്കാക്കുന്നത് സത്പുര പർവ്വതം. നമ്മളിപ്പോൾ നോക്കിയ സത്പുര പർവ്വതം, അതേപോലെ തന്നെ മൈക്കലാനിര, മഹാദിയോ കുന്നുകൾ. ഈ 3 കുന്നുകളുമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായി നിലനിൽക്കുന്നത്. സത്പുര പർവ്വതം, മൈക്കലാനിരകൾ, മഹാദിയോ കുന്നുകൾ. സത്പുര പർവ്വതം, മൈക്കലാനിരകൾ, മഹാദിയോ കുന്നുകളാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായി നിലകൊള്ളുന്നത്. ഈ ഒരു പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്കൃത പദമായിട്ടുള്ള ദക്ഷിൺ എന്ന പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. സംസ്കൃത പദമായിട്ടുള്ള ദക്ഷിൺ. ഈ ദക്ഷിൺ എന്ന വാക്കിൻ്റെ അർത്ഥം തെക്ക് എന്നാണ്. തെക്ക് എന്ന അർത്ഥം വരുന്ന ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായിട്ടുള്ള ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാലാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയിട്ടുള്ളത്. പണ്ടെപ്പോഴോ അവിടെ ഒരു വോൾക്കാനോ അല്ലെങ്കിൽ അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ലാവ ഒഴുകി പരന്നുണ്ടായിട്ടുള്ള ശിലകളാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ്. ഇങ്ങനെയുള്ള പരൽ രൂപശിലകളാലാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം നിർമ്മിതമായിട്ടുള്ളത് ബസാൾട്ട് എന്ന ലാവാശിലകളാലാണ്. ഈ ഒരു മേഖലയെയാണ് നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്ന പേരിൽ വിളിക്കുന്നത്. ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ്. ഇത് ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അതാണ് ഈ ഒരു മേഖലയുടെ പ്രത്യേകത. ഇതിനെ നമുക്ക് റിഗർ മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കറുത്ത മണ്ണിനെയാണ് റിഗർ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഫലഭൂഷ്ടിയും അതുപോലെ ജലസംഭരണ ശേഷിയുള്ള മണ്ണാണ്. ഫലഭൂഷ്ടിയുള്ളതും ജലസംഭരണ ശേഷിയുള്ളതുമായ മണ്ണാണ് റിഗർ മണ്ണ്. ഇത് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണം നൽകും. ഫലഭൂഷ്ടിയുണ്ട്, ജലസംഭരണ ശേഷി ഉള്ളതുകൊണ്ട് തന്നെ വേനൽക്കാലത്തും കാർഷിക വിളകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് പരുത്തി കൃഷിക്കാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് പരുത്തി മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കറുത്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ അതിനെ കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ റിഗർ മണ്ണിൻ്റെ പ്രത്യേകത, ഇതിൽ ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ ഘട്ടിൻ്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് സഹ്യപർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. സഹ്യപർവ്വതത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ തെക്കായിട്ടുള്ള കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന മലനിരയെയാണ് നമ്മൾ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടം എന്ന് വിളിക്കുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിര്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരാണ് വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം. ഇതിൻ്റെ പ്രത്യേകത, വടക്ക് നിന്നും തെക്കോട്ട് വരും തോറും പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. വടക്ക് നിന്നും തെക്കോട്ട് വരും തോറും ഈ പശ്ചിമഘട്ട പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു.
ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ട് നമ്മൾ പഠിക്കുന്നത് ആനമുടിയാണ്. അപ്പോൾ തെക്കോട്ട് വരുംതോറും ഉയരം കൂടുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ ഭാഗത്ത് ആനമുടി ഉയർന്ന കൊടുമുടിയായി നിലനിൽക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഇതിൻ്റെ ഉയരം 2695 മീറ്ററാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഈ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിലെ ആനമലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. പശ്ചിമഘട്ടം ഓരോ സംസ്ഥാനത്തിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ട നിരയാണ്. അതേസമയം കർണാടക, തമിഴ്നാട് ഭാഗത്താണെങ്കിൽ നീലഗിരി എന്ന പേരിലും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ടം മലനിര കർണാടക, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്ന പേരിലും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ടതാണ് ദോഡാബേട്ട. നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാബേട്ട. നീലഗിരി മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാബേട്ട. ഈ ദോഡാബേട്ടയുടെ ഉയരം 2637 മീറ്ററാണ്. 2637 മീറ്ററാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും അതുപോലെ തന്നെ ജനജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട നിരയിൽ നിന്നാണ്. പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് പോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നമുക്ക് കുറച്ച് കുന്നുകൾ കാണാം. കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, അതുപോലെ നല്ല മല, അതേപോലെ തന്നെ മഹേന്ദ്രഗിരി, ഈ കുന്നുകളെല്ലാം നമുക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കാണാം. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കുന്നുകൾക്കെല്ലാം ഉയരം കുറവാണ്. ഇങ്ങനെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന കുന്നുകളാണ് ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ല മല, അതുപോലെ മഹേന്ദ്രഗിരി. ഇങ്ങനെ ഉയരം കുറഞ്ഞ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. പൂർവ്വഘട്ടം വ്യാപിച്ചിരിക്കുന്നത് ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശ നീളം 800 കിലോമീറ്ററാണ്. 800 കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിൻ്റെ ആകെ നീളം. ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പശ്ചിമഘട്ടം തുടർച്ചയായി കാണപ്പെടുന്നുണ്ട്. അതേസമയം പൂർവ്വഘട്ടത്തിലാണെങ്കിൽ അവിടെയായിട്ടാണ് കുന്നുകൾ കാണപ്പെടുന്നത്. ഇതിന് കാരണം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തുന്നത്. കിഴക്കോട്ടൊഴുകി വരുന്ന ഈ ഉപദ്വീപീയ നദികളാണ് പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നത്. ഈ കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒരുമിക്കുന്നത് അല്ലെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് നീലഗിരി കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത്. ഇവിടുത്തെ ഉയർന്ന പ്രദേശം നമ്മൾ പഠിച്ചു, ദോഡാബേട്ടയാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മധ്യ ഉന്നത തടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പീഠഭൂമി പ്രദേശത്തെ രണ്ടായി തിരിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് ഡെക്കാൻ പീഠഭൂമി എന്നും രണ്ടാമത്തേത് മധ്യ ഉന്നത തടവും. ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കിയത്. ഇനി പഠിക്കാൻ പോകുന്നത് മധ്യ ഉന്നത തടമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ അതിരായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് സത്പുര പർവ്വതനിരയാണ്. ഈ സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നത തടമെന്ന് അറിയപ്പെടുന്നത്. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നത തടം. ഇതിനെ മാൾവ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ നമ്മൾ മാൾവ പീഠഭൂമി എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതനിരയാണ്. മാൾവ പീഠഭൂമിയുടെ അല്ലെങ്കിൽ മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറേ അരികായി വരുന്നത് ആരവല്ലി പർവ്വതമാണ്. മാപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ സത്പുര മലനിരകൾ പറഞ്ഞു. ഈ സത്പുര മലനിരയ്ക്ക് വടക്കുള്ള ഭാഗമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മധ്യ ഉന്നത തടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറേ അരികായി വരുന്നത് ആരവല്ലി നിരയാണ്.
ആരവല്ലി പർവ്വതനിര അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അവശിഷ്ട പർവ്വതം അല്ലെങ്കിൽ റെസിഡ്വൽ മൗണ്ടൻ എന്ന് പറയും. റെസിഡ്വൽ മൗണ്ടൻ അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി. അതേപോലെ തന്നെ മടക്കു പർവ്വതം കൂടിയാണ്. ഏറ്റവും പ്രായം ചെന്ന മടക്കു പർവ്വതമാണ്. ഒരുപാട് കാലത്തെ അപരദന പ്രക്രിയ അല്ലെങ്കിൽ ഇറോഷനിലൂടെ തേയ്മാനം സംഭവിച്ചിട്ടുള്ള ഒരു പർവ്വതനിരയാണ് ഏറ്റവും പ്രായം ചെന്ന മടക്കു പർവ്വതവും അതേപോലെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണവുമാണ് ആരവല്ലി നിര. ഈ ആരവല്ലി നിരയിലാണ് പ്രധാനപ്പെട്ട മലയോര വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി നിരയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൗണ്ട് അബു. ഇതാണ് മൗണ്ട് അബു. മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് മൗണ്ട് അബു. മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് മാൾവ പീഠഭൂമി. കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാണാൻ സാധിക്കും രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു വിഭവ കലവറയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു വിഭവ കലവറയാണ്. ഈ മേഖലയെ സമ്പന്നമാക്കുന്നത് ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും അതുപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളുമാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്തെ സമ്പന്നമാക്കുന്നത് ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളുമാണ്. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ധാതു അധിഷ്ഠിതമായ വ്യവസായങ്ങൾ. ധാതു അധിഷ്ഠിതമായ വ്യവസായങ്ങളും ധാതു ഖനനവുമാണ് ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം. ഛോട്ടാ നാഗ്പൂർ പ്രദേശത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനമാണ് ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും. ഇനി ഇവിടെ ഒരു ചോദ്യമായി കൊടുത്തിട്ടുണ്ട്. മധ്യ ഉന്നത തടത്തിൽ നിന്നും ഗംഗാ നദിയിലേക്ക് നേരിട്ട് ഒഴുകിച്ചേരുന്ന പോഷക നദി ഏതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. മധ്യ ഉന്നത തടത്തിൽ നിന്നും ഗംഗാ നദിയിലേക്ക് നേരിട്ട് ഒഴുകിച്ചേരുന്ന പോഷക നദിയാണ് സോൺ നദി. സോൺ നദിയാണ് മധ്യ ഉന്നത തടത്തിൽ നിന്നും ഗംഗാ നദിയിലേക്ക് നേരിട്ട് ഒഴുകിച്ചേരുന്ന പോഷക നദിയാണ് സോൺ നദി. അതേസമയം മധ്യ ഉന്നത തടത്തിൽ നിന്നും യമുന നദിയിൽ ഒഴുകിച്ചേരുന്ന പോഷക നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. കെൻ, ബെത്വ, സിന്ധ്, ദാസൻ. മധ്യ ഉന്നത തടത്തിൽ നിന്നും യമുന നദിയിൽ ഒഴുകിച്ചേരുന്ന പോഷക നദികളാണ് കെൻ, ബെത്വ, സിന്ധ്, ദാസൻ. നീലഗിരിയെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, കേരളം ഈ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലുള്ള മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. തമിഴ്നാട്, കർണാടകം, കേരളം ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണിത്. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവ. പശ്ചിമഘട്ട നിരയുടെ ഭാഗമായിട്ടുള്ള നീലഗിരി കുന്നുകളിലെ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി. നീലഗിരി കുന്നുകളിലുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലം ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലമാണ്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഊട്ടി. വളരെ മനോഹരമായതും വിശാലമായിട്ടുള്ള പുൽമേടുകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു. മനോഹരവും വിശാലവുമായ പുൽമേടുകൾ, മിതോഷ്ണ സസ്യജാലങ്ങൾ, സുഖശീതളമായ കാലാവസ്ഥ, തേയിലത്തോട്ടങ്ങൾ, വാണിജ്യ പച്ചക്കറി കൃഷി, മാലിന്യമുക്തമായ പരിസ്ഥിതി ഇതെല്ലാമാണ് നീലഗിരിയെ ആകർഷകമാക്കുന്നത്. ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള നീലഗിരിയെ ആണ് ഇന്ത്യയിലെ ആദ്യ ജൈവമണ്ഡല ഉദ്യാനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജൈവ വൈവിധ്യ സമ്പന്നമാണ് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനമാണ് നീലഗിരി.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്